ഹലോ. ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ്, ജസുവിൻ്റെ സ്കൂളിൽ. അപ്പോൾ ആർട്സ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ജസുവിനെ സാധാരണ സ്കൂൾ ബസ് കയറ്റി വിടുന്നത് പോലെ തന്നെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഒരു 9:30 ആകുമ്പോഴാണ് ഞാൻ ഇവിടുന്ന് വിടുന്നത്. ഇപ്പോൾ ഓൾറെഡി അവിടുന്ന് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്നല്ല, ഞാൻ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായി, വെൽക്കം സ്പീച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മ്യൂസിക് ടീച്ചറായിരുന്നു, അതുപോലെ തന്നെ പിന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരുടെയും സോങ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരെ പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടികളൊക്കെ കുറച്ചും കൂടി ഒന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങി പാട്ടൊക്കെ കേട്ട്. അങ്ങനെ പിന്നെ പരിപാടിയൊക്കെ ആ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കുട്ടികളെ പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷ് ആക്ഷൻ സോങ്ങാണ് നടക്കുന്നത്. അപ്പോൾ ജസു അതിനുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പേരൊക്കെ വിളിച്ച് ഇവനൊക്കെ ക്യൂ ആയിട്ട് നിർത്തിക്കുകയാണ് ഓരോ കുട്ടികളും. അങ്ങനെ അവൻ്റെ പ്രോഗ്രാം അങ്ങനെ ഓനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടാണുള്ളത്. Good morning. Clap your hands. Clap your hands. Listen to the music. Clap your hands. Stamp your feet. Stamp your feet. Listen to the music. Stamp your feet. Turn around. Turn around. Listen to the music. Turn. Jump your feet. Listen to the music, jump your feet. Thank you. അപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനൊക്കെ കൂടി ലാസ്റ്റ് എല്ലാം പാട്ടൊക്കെ കൊളാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പാടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷം അടുത്തത് ഇസ്ലാമിക് സോങ്ങാണ്. അപ്പം നേരെ മറ്റേ മൂന്നാമത്തെ സ്റ്റേജ് 3യിലേക്കാണ് ഇനി പോകേണ്ടത്. അപ്പോൾ അവിടത്തേക്കാണ് ഇപ്പം ഇനി പോകുന്നത്. അപ്പോൾ അവിടെ ഇപ്പം ഇംഗ്ലീഷ് സ്റ്റോറിയാണ് ഇപ്പം നടക്കുന്നത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി ഇവൻ്റെ പ്രോഗ്രാം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ പിന്നെ നേരെ ക്ലാസ്സിലേക്ക് പോയി അവിടുന്ന് കുറച്ച് സമയം ഇരിക്കുക ചെയ്തത്. പിന്നെ എനിക്ക് പിന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ കുറച്ച് സമയം അവിടെ റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ലഞ്ച് ടൈം ആയപ്പോൾ ഇവനക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് കുറച്ച് ബുക്കൊക്കെ ഇവന് വായിച്ചു കൊണ്ടിരിക്കുക ചെയ്തത്. പിന്നെ ഇവനെ കുറച്ചൊന്ന് എന്താ പറയുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ടെൻഷനൊന്നും അടിക്കണ്ട എന്നുള്ളത് ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവന് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം ആയതുകൊണ്ട് ഇസ്ലാമിക് സോങ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനക്ക് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഇവനെ കുറച്ചും കൂടി നേരത്തെ തന്നെ ഇവൻ്റെ പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇവനെ പെട്ടെന്ന് ആ ഒരു ഇസ്ലാം സോങ് കഴിഞ്ഞപാടെ തന്നെ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഓടി പിടിച്ചിട്ട് പോവുകയായിരുന്നു ചെയ്തത് ഫസ്റ്റത്തെ സ്റ്റേജിലേക്ക്. അപ്പം കാരണം വെച്ചാൽ ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല, എല്ലാ കുട്ടികളും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോയി. അങ്ങനെ വേഗം എന്ത് ചെയ്തു, മരുന്ന് നമ്മുടെ നമ്പറൊക്കെ വാങ്ങി വന്ന് ഇവനൊക്കെ ഒന്ന് പിൻ ചെയ്ത്, അതിൻ്റെ ഇടയിൽ റോസ് കുത്തി വെച്ചത് റോസ് പൊട്ടി പോകാൻ തുടങ്ങി, പിന്നെയും പിൻ ചെയ്ത് വെക്കുന്നു. ഇവരോട് പറഞ്ഞു ഒന്ന് അനങ്ങരുത്, അനങ്ങാണ്ട് സ്റ്റിഡിയായിട്ട് നിന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഓനെ ഒരു വിധത്തിലായിരുന്നു അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ സ്റ്റേജിൻ്റെ മുമ്പിലേക്ക് വരികയും ചെയ്തത്, കാരണം സോങ്ങൊക്കെ ഏൽപ്പിക്കാണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സോങ്ങൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് ഞാനൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. യുദ്ധവും കലാപവും എന്നും ഭീകരതയാണ് സമ്മാനിച്ചിട്ടുള്ളത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം എത്രയോ നിരപരാധികളാണ് മരിച്ചു വീഴുന്നത്. യുദ്ധത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വികാരം. It's not fair. It's not fair. Stop the war. Please stop the war. Please stop the war. Please. Ya Allah. Let's start. Code number 101, Jaslan BK. Jawaharlal Nehru. I am first Prime Minister India. I am freedom fighter. I love my children. Children's call Chachachi. Thank you. Next code number 1. ഫസ്റ്റത്തേത് ഗുഡ് മോർണിംഗാ ഇതാ എന്നാലും പറഞ്ഞില്ല എൻ്റെ മോന് മതി. പേടി മാറ്റ്, പേടി കൂൾ കൂൾ, പേടിക്കണ്ടാന്ന് പറഞ്ഞില്ലേ എന്നോട്. അങ്ങനെ എല്ലാ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇവൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം സമാധാനമൊക്കെ ആയി. പിന്നെ കുറച്ച് ടെൻഷനൊക്കെ പിടിച്ചിട്ടായിരുന്നു, ഫുള്ള് കൊളാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അവന്.
ഈ ഒരു പ്രോഗ്രാമിന് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് രാവിലെ. എനിക്ക് പിന്നെ തീരെ കഴിയാത്തതുകൊണ്ട് പിന്നെ സ്കൂളിലേക്ക് ഇവൻ ഈ പ്രോഗ്രാമിന് അയച്ചതിന് എന്തായാലും എനിക്ക് പ്രോഗ്രാം കാണാൻ വേണ്ടിക്ക് വരണം. കാരണം അവിടെ വീട്ടിലിരിക്കാനും പറ്റത്തില്ല, പിന്നെ ഇവനെ കൂട്ടാനും വരണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവനോട് ഞാൻ പറഞ്ഞു, പോവണ്ട, പരിപാടിക്ക് പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവനൊറ്റ വാക്കായിരുന്നു പോകണം, എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ വന്നിട്ടുണ്ടായിരുന്നത് സ്കൂളിലേക്ക്. അതുകൊണ്ട് കീക്കാൻ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പെട്ടെന്നായിരുന്നു കീനിന് പോയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈമാണ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തന്നെ ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓൻ്റെ വാശിക്ക് പോയതായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. പിന്നെ ബാക്കിൽ തന്നെ എനിക്ക് കീന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ഒട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം പിന്നെ പ്രോഗ്രാം കാണണ്ടേ, പിന്നെ ഇവന് കൂട്ടിയും വേണം, അതുകൊണ്ടാണ് വേഗം കീന് പോയത് ഇവൻ്റെ ബാക്കിൽ തന്നെ. അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് പോക്കായി. കാരണം വേഗം ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. കാരണം എനിക്ക് ക്ഷീണം ആദ്യം വരുന്നുണ്ട്. അപ്പം ഗുളിക കുടിച്ചിട്ട് വന്നതാണല്ലോ, അപ്പോൾ അടുത്ത ഡോസ് കഴിയുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലേക്ക് വിടേണ്ടതുണ്ട്. അപ്പോൾ വേഗം ഇവിടുന്ന് ഓട്ടോ കയറിയിട്ട് പോക്കായി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.